ഈ യാത്ര ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ റോഡെന്നറിയപ്പെടുന്ന ധനുഷ്കോടിയിലേക്കാണ്. റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ധനുഷ്കോടിയിലേക്കുള്ള ഈ ഒരു യാത്ര. ട്രിവാൻഡ്രത്ത് നിന്ന് അറൌണ്ട് 400 കിലോമീറ്ററുള്ള ഈ ഒരു റൈഡ് ഡേ ടൈം റൈഡ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് നാൾക്ക് ശേഷം TN ഹൈവേസിൽ കൂടെ റൈഡ് ആയതിനാൽ തമിഴ്നാട്ടിലെ ചൂട് അത്രയ്ക്ക് അങ്ങ് ശല്യപ്പെടുത്തിയില്ല എന്ന് വേണം പറയാം. അങ്ങനെ നമ്മുടെ യാത്ര ചെന്ന് നമ്മുടെ നീലാകാശത്തിലെ രാഘവ്, അതായത് നമ്മുടെ രാഘവൻ ചേട്ടന്റെ പഞ്ചറടയുടെ സ്ഥലത്ത് ചെന്നാണ് നിന്നത്. ഒരു ബൈക്കർ എന്ന രീതിയിൽ ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങളായിരുന്നു അത്. എന്നിരുന്നാലും ഒരു റീൽസിനുള്ള കണ്ടന്റ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെയും യാത്ര മുന്നോട്ട്. കുറച്ച് കഴിഞ്ഞതോടുകൂടി നമ്മൾ ഹൈവേയിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്ത് തമിഴ്നാട്ടിന്റെ ഉള്ളിലേക്കുള്ള ഒരു റോഡിലേക്ക് എൻ്റർ ചെയ്തു. തീർത്തും ഒറ്റപ്പെട്ടതും വിജനവുമായ ഈ ഒരു റോഡ് കാരണമാണ് രാത്രി യാത്ര ഒഴിവാക്കാൻ ആദ്യം നിർദ്ദേശിച്ചത്. ഗൂഗിൾ മാപ്പ് പ്രകാരം ഇവിടെ നിന്ന് ഒരു 140 കിലോമീറ്ററോളം ഉണ്ട് ഇനി രാമേശ്വരത്തേക്ക്. അങ്ങനെ ഉച്ചയോടുകൂടി രാമേശ്വരം 25 കിലോമീറ്റർ എന്നുള്ള ബോർഡ് കണ്ടു. പാമ്പം പാലത്തിൽ കൂടെ ട്രെയിൻ ഓടിപ്പോകുന്ന റീൽസ് എടുക്കണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അതിന് സാധിച്ചില്ല. പിന്നെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന വിഷ്വൽ എടുത്തു. ആ ആഗ്രഹം അങ്ങ് സാധിച്ചു. രാമേശ്വരം ചെന്നാൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊന്നാണ് രാമനാഥ സ്വാമി ടെമ്പിൾ. തമിഴ്നാട്ടിലെ ടെമ്പിളിന്റെ ആർക്കിടെക്ചർ ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ശിവപ്രതിഷ്ഠയാണ്. സോ വീക്കെൻഡ്സ് ഒക്കെ നല്ല തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്ന് പുലർച്ചെ തന്നെ റൂംസ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്ത് ഇന്ത്യയുടെ ഡെഡ് എൻഡ് ആയ ധനുഷ്കോടിയിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി. സൺറൈസ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള 20 കിലോമീറ്റേഴ്സ് ഡ്രൈവ്. സോ ഫൈനലി വി റീച്ച് ധനുഷ്കോടി, ദ ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ. വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു അത്. ഇതെന്റെ 3rd ടൈം വിസിറ്റ് ആണ് ധനുഷ്കോടിയിലേക്ക്. സോ അവിടെ വെച്ച് കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് തിരിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. സെയിം റൂട്ട് തന്നെ റിട്ടേൺ ആയത് കാരണം അധികം കോണ്ടന്റ്സ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈവനിങ് ഒരു 4 o'clock കൂടി ഞങ്ങൾ കേരളത്തിൽ റീച്ച് ആയി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് മിനി വ്ലോഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.